നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില ഈ എന്താ പറയുക ആശാന്നറിയില്ല, ഒരാൾ ഇട്ട പേരാണ് കുമ്മനാടി. കുമ്മനടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു, മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയമാണ്. അപ്പോൾ അത് ഇപ്പോഴാണ് എന്താ പറയേണ്ടത്, പറയാതിരിക്കാൻ പറ്റില്ല. കാസർഗോഡ് നാരായണേട്ടൻ്റെ എന്താ പറയേണ്ടത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന വിവാദങ്ങൾ എല്ലാം നമുക്കറിയാമല്ലോ, നമ്മളെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് ജനൻ ടി വിയും ചില ആളുകളും അത് കുമ്മനടിച്ചു കളഞ്ഞു. ജനൻ ടി വിയും കുറച്ച് ആളുകളും കൂടിയിട്ട് അതിനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതിലോ അല്ലെങ്കിൽ പിന്നെ മറ്റൊന്നിനെയും കൂട്ടിക്കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അവരെല്ലാവരും അത്ര ആളുകൾ അങ്ങനത്തെ ആളുകളാണെന്ന്. പക്ഷേ ജനൻ ടി വിയും അതിൻ്റെ ആളുകളും ഒക്കെ ചേർന്നിട്ട് അത് കുമ്മനടിച്ചു. ആ കുമ്മനടിക്ക് ഏറ്റുപിടിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ സൈബറിലും വന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ തർക്കിക്കുന്നില്ല, നിങ്ങളങ്ങ് എടുത്തോ, സമ്മതിച്ചായിരുന്നു. പക്ഷേ ഈ നാടിനും നാട്ടുകാർക്കും ആ നാടിനും ആ നാട്ടുകാർക്കും അവരുടെ കുടുംബക്കാർക്കും അറിയാം, അത് ചെയ്തവർക്കും അറിയാം എന്താണ് സത്യം, ഏതാണ് സത്യമെന്ന്. അതറിയുന്ന പകൽ പോലെ സത്യം ഇവിടെ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഇനി അതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലെയിൻ ചെയ്തേ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തർക്കിക്കാനൊന്നും ആരും വരുന്നില്ല. രണ്ട് കൈ മുട്ടിയാലേ ചെയ്യണ്ടാവുള്ളൂ. നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എന്നെ ചെയ്തതെന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു സംഘപ്രവർത്തകനായിരുന്നു എന്ന് ജനൻ ടി വിയും ആളുകൾ സമ്മതിച്ചിട്ടുണ്ട്. രണ്ട്, അദ്ദേഹത്തിന് പ്രയാസം വന്നപ്പോൾ, രോഗം വന്നപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ആ ഓൾഡ് ഏജ് ഹോമും അതുപോലെ തന്നെ അവരും മുസ്ലിം സഹോദരങ്ങളാണ് നോക്കിയത്. അവരെ എന്താ പറയുക, ഒരു പുരുഷായുസ് മുഴുവനും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് എന്താ പറയുക ആ ഒരു സമുദായത്തെ കാണുമ്പോൾ ഇന്ന് ജനൻ ടി വിയിലുള്ള പാനലും സൈബറിലുള്ള ചില ആളുകളും എന്താ പറയേണ്ടത് ഇപ്പോൾ പറയുന്ന പോലെ തെറി വിളിച്ച് വർഗീയത പറഞ്ഞുണ്ടാക്കി എന്നിട്ട് എന്താണ്ട് മുസ്ലിമിൻ്റെ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു നടന്ന ആളായിരുന്നു നാരായണേട്ടനും. 2 കല്യാണം കഴിച്ചു. അപ്പോൾ ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ നല്ലൊരു ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു മനുഷ്യനായിട്ട്, മതത്തിൻ്റെ ഹിന്ദു എന്നോ അല്ലെങ്കിൽ സംഘപ്രവർത്തകനോ ഒന്നും പറയുന്നില്ല, ഒരു മനുഷ്യനായിട്ട് മനുഷ്യത്വം എങ്കിലും ഉള്ളിൽ തേണ്ടിയിട്ട് ഒരു കടവരാന്തയിൽ താടി നീട്ടി മുടി വളർത്തി വികൃതമായിട്ട് പുഴുവരിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് അത് മാറ്റിക്കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അദ്ദേഹത്തെ ഒരു എന്താ പറയേണ്ടത് നല്ലൊരു മനുഷ്യനാക്കി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് ഇവർ അറിയുമ്പോൾ ഇങ്ങനെ പുഴുത്ത് കിടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ അവരെ വിളിച്ചറിയിച്ചപ്പോൾ അവരവിടെ എത്തുമ്പോഴേക്ക് അദ്ദേഹം പരമാവധി രോഗിയായിന്. അവർ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചു, മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അപ്പോഴേക്ക് 4th സ്റ്റേജിലേക്ക്, രക്ഷയില്ലാത്ത നിലയിലേക്ക് ക്യാൻസർ ബാധിതനായിരുന്നു. ആ മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയോ ചികിത്സിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിക്കില്ലായിരുന്നോ? പക്ഷേ ഇന്ന് നിങ്ങളുടെ ന്യായവാദങ്ങളെല്ലാം അദ്ദേഹം വന്ന് പൊളിച്ചടുക്കിയേനെ. കാരണം ഇന്ന് ഈ സൈബറിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പള്ളിയിൽ അച്ഛന്മാരെയും മുസ്ലിങ്ങൾ ഉസ്താക്കന്മാരുടെ മാപ്പിളമാരുടെ സഹായം വേണ്ട, ഞമ്മക്കൊന്നും വേണ്ട, നമ്മൾ ഒരു ഹിന്ദുവിനും വേണ്ടെന്നൊക്കെയാണ് പറയാം. അങ്ങനെ നിങ്ങൾ പറയണ്ട, ഹിന്ദുവിന് വേണം. വേണ്ടുന്ന ഹിന്ദുക്കൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ മലബാർ ക്യാൻസർ സെൻറ്ററിലും അതുപോലെ തന്നെ അതുപോലുള്ള സെൻറ്ററുകളിലൊക്കെ ഒന്ന് ഡയൽ സെൻറ്ററിലൊക്കെ പോയിട്ട് ചോദിക്കുക, എവിടുന്നാണ് കൂടുതൽ സഹായം കിട്ടാറുള്ളത്, അവരാരെ ആശ്രയിച്ചാലാണെന്ന്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറയും, 10 പള്ളിയിൽ പോയാൽ പൈസ കിട്ടുമെന്നാണ് പറയാം. അതിനപ്പുറം ഞാൻ പറയുന്നില്ല, അവിടെ പോയാൽ കിട്ടൂല എന്ന് പറയും. അത് എവിടെയാണ് നിങ്ങൾ പൂരിപ്പിച്ചോ കേൾക്കുന്നവർ? ഈ വാദത്തിന് വന്നിട്ട് ഇപ്പോൾ സൈബറിലും ടി വിയിലൊക്കെ വന്നിട്ട് ചർച്ച നടത്തി ലീഗ് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നാരായണേട്ടൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരുപാട് ഹൈന്ദവർ ഭക്ഷണം കഴിക്കാനില്ലാതെ, മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ, കെട്ടിച്ചയക്കാൻ കഴിയാതെ, കൃത്യമായ ചികിത്സ നടത്താൻ കഴിയാതെ പോകുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് ഇനിയെങ്കിലും നിങ്ങൾ ചെല്ല്.
ഇതുപോലെ ന്യായങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ പോട്ടെ. ഇനിയെങ്കിലും ഇതുപോലെ സംസ്കാര ജിഹാദി ഉണ്ടാകാതിരിക്കാൻ, നമ്മളെ നാട്ടിൽ കുറേ ജിഹാദികളുണ്ടല്ലോ, ലവ് ജിഹാദി, പിന്നെ ചാരിറ്റി ജിഹാദി, ഇപ്പം സംസ്കാര ജിഹാദി കൂടി വന്നല്ലോ നിങ്ങളുടെ ഭാഷയിൽ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അതിനെ തടയാൻ നിങ്ങൾ ചെല്ല്. ഞാൻ 10 വീട് ഞാൻ കാണിച്ചു തരാം. ഇസ്ലാമിൻ്റെ സഹായത്തിൽ കഴിയുന്ന 10 വീടുകൾ ഹൈന്ദവർ, അവർക്ക് ഓണത്തിനും വിഷുവിനും വസ്ത്രം ഉൾപ്പെടെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് വസ്ത്രം വരെ കൊടുത്ത് പഠിപ്പിക്കുന്ന ഇസ്ലാമി സഹോദരങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ. സേവാഭാരതിനെ നിങ്ങൾ ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനതുകൊണ്ട് അതിൻ്റെ പേരേ പറയാൻ. സേവാഭാരതി ചെയ്യുന്ന ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുണ്ട്. അതെനിക്ക് അറിയുന്ന. തിരുവനന്തപുരത്ത് എന്താ പറയുക, വർഷങ്ങൾക്ക് മുമ്പേ, ഇപ്പോഴാണ് DYFIക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങിയത്. പൊതിച്ചോറ് ഇപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്തും കോഴിക്കോട് സേവാഭാരതിയും CH സെൻ്ററും ഒരുപാട് മുസ്ലിം സംഘടനകളും ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ സേവാഭാരതിയെ കുറച്ച് അവിടെ കോഴിക്കോട് രോഗികൾക്ക് താമസിക്കാനുള്ള സംവിധാനമുണ്ട്. രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് കടന്നുറങ്ങാൻ സൗകര്യമുണ്ട്. ഇതൊന്നും കുറച്ച് കാണുന്നതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ വേണ്ട സ്ഥലത്ത് അവരെ വലിച്ചെടുക്കാൻ പാടില്ല. സേവാഭാരതിയെ സഹായിച്ചു. അദ്ദേഹം ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അത് ഒരു മുസ്ലിമിൻ്റെ, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ മാപ്പിളേൻ്റെ അടുത്ത് പോയി കിടക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹിന്ദുവിന് ഇനിയെങ്കിലും ചിന്തിക്കുക, ഉണര്, നിങ്ങൾ ഉണരൂ. ഇതുപോലെ കുറേ ആളുകളുണ്ട് അവിടെ ഇവിടെ പോയിട്ട്, ക്രിസ്ത്യാനികളുടെയും മാപ്പിളമാരുടെയും, നിങ്ങളുടെ ഭാഷയിലാണേ മാപ്പിള, എനിക്ക് എൻ്റെ സഹോദരങ്ങളാണ്, പോയിട്ടുണ്ട്. അവരെ തിരിച്ചുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് ഉടുക്കാനും വസ്ത്രവും കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു മരിച്ചു കിടക്കുമ്പോൾ അവരെ ബോഡി ഈ നാടിനെ എന്താ പറയേണ്ടത്, പിന്നെ പുഴുവരിച്ചിട്ടോ പ്രയാസപ്പെട്ടോ ആളുകൾക്കിതായി. ഇനി മരിച്ചിട്ട് നാറ്റം വഹിക്കാതിരിക്കാൻ, ദുർഗന്ധമുണ്ടാക്കാതെ ഒരു മൃതശരീരം അവഗണിക്കപ്പെട്ട് ഇവിടെ എന്താ പറയുന്നത് ഇങ്ങനെ കിടക്കാൻ പറ്റാതെ അനാഥമായി കിടക്കാതിരിക്കാൻ പറ്റുമ്പോൾ ഒരു കൈ സഹായം ചെയ്തവരെ ഒരു നന്ദി കാണിക്ക്. നന്മയുണ്ടാകട്ടെ. ഇനി നന്ദിയൊന്നും വേണ്ട, എല്ലാ ക്രെഡിറ്റും നിങ്ങൾ എടുത്തോന്ന് തന്നെയാണ് പറയുന്നത്. സേവാഭാരതിയാണ് ആംബുലൻസ് കൊണ്ടുവന്ന് സഹായിച്ചത്, അവർക്ക് വേണ്ട ചികിത്സാ ചെലവും എല്ലാം എടുത്തതെങ്കിൽ ഒരു സംശയം ചോദിക്കട്ടെ, അവരുടെ കുടുംബം പോലീസിന് എഴുതി കൊടുത്തിട്ടുണ്ട്, നമുക്ക് സംസ്കാരം നടത്താൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ ഓൾഡ് ഏജ് ഹോമിനെ ഏൽപ്പിച്ചു എന്ന്. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഐവർ മഠം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, എവിടെയുള്ള ബോഡി ഉണ്ടെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്ന ദഹിപ്പിക്കുന്ന ഒരു സംവിധാനമല്ലേ ഹൈന്ദവരുടെ ഇടയിൽ. അതിനോടൊപ്പം സേവാഭാരതിയും ചേർന്ന് പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ വലിയ കുഴിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഗ്യാസിൽ ദഹിപ്പിക്കുന്ന ചെറിയൊരു നിശ്ചിത തുക കൊടുത്താൽ ചെയ്യുന്ന ഒരു സംവിധാനമില്ലേ? ഏതായാലും നിങ്ങൾ ഇത്രയും പൈസ മുടക്കി ഈ ഒരു ശവസംസ്കാരം നടത്താനും കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കർമ്മം കൂടി ചെയ്തു കൊടുത്തൂടെ? പിന്നെ വെറുതെ ഇവരെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ നാടകം കളിപ്പിക്കണ്ടല്ലോ. അവിടെ ആ ഇത് സംഭവം കണ്ടാൽ അറിയാലോ. നിങ്ങൾ പറയുന്ന സേവാഭാരതിൻ്റെ എത്ര പ്രവർത്തകരുണ്ട്, എത്ര സംഘത്തിൻ്റെ പ്രവർത്തകരുണ്ട്? 10 പേരുണ്ടോ? അകപ്പാട് ഒരു രഘു എന്ന് പറഞ്ഞ ഒരാളല്ലാണ്ട് വേറെ ആരാ അവിടെ ഉള്ളത്? ഇത്രയും ആ കാസർഗോഡ് ഒരാളെ നിങ്ങൾക്ക് പ്രവർത്തകരായിട്ടുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഈ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളും ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊരുപാട് ഹൈന്ദവർക്ക് താങ്ങായി തണലായി മാറുന്നുണ്ട്. അതിനെ നിങ്ങളെപ്പോലുള്ള വീഡിയോക്കാരും അതുപോലെ ചാനലുകാരും വന്ന് നിങ്ങൾ സംഘപ്രവർത്തകരെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് എനിക്കറിയാം, നേരിട്ടറിയാം. സംഘത്തിൻ്റെ പ്രവർത്തകരും കുടുംബക്കാരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ധ്രുവീകരണം ഒഴിവാക്കി നാട്ടിലെ ഒരു അപ്പോൾ പിന്നെ ഇവരുടെ ഒരു പുതിയ വാദമാണ് ഫുട്ബോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫുട്ബോളൊക്കെ ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. ജനൻ ടി വിക്കാരാ, അതറിയോ? ഫുട്ബോൾ മാമാങ്കം ഇവിടെ ഉണ്ടാകുമ്പോൾ അത് വർഗീയതയല്ല ഉണ്ടാകുന്നത്, ഒരു സൗഹാർദ്ദമാണ്. അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ലിംഗവ്യത്യാസമില്ല, ജാതിയില്ല. അവിടെ സംഘപ്രവർത്തകനും DYFIക്കാരനും ലീഗുകാരനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒരുമിച്ച അർജൻറ്റീന ഫാൻസ് അങ്ങനെയാ. ഉറുഗോ, ഫ്രാൻസ്, അതുപോലെ തന്നെ ജപ്പാൻ, ഇങ്ങനെ ഇതൊക്കെ ഒരു കൂട്ടമായിട്ട് നിന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോർട്സ്മെൻ സ്പിരിറ്റില്ല. അവിടെ രാഷ്ട്രീയ സംഘർഷമില്ല, അവിടെ മതമില്ല, അവിടെ ജാതിയില്ല, മറ്റതിർ പരമ്പുകളൊന്നുമില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ട. അതുകൊണ്ട് മുസ്ലിമിന് എന്ത് നേട്ടം ഇവിടെ വരാൻ പോകുന്നത്?
എന്ത് നാട്ടം മുസ്ലിമിൽ ഏത് മുസ്ലിമിൻ്റെ എന്താ വേണ്ടത് ഒരു സെലിബ്രേറ്റ് ഫുട്ബോൾ കളിക്കുന്നത്? റൊണാൾഡോ, മെസ്സി, അതുപോലെ തന്നെ പിന്നെ എംബാപ്പെ, ഇങ്ങനെയുള്ള ഇവരൊക്കെ മുസ്ലിമാണ്? ഏതെങ്കിലും അഫ്സലും അയ്യൂബും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഗഫൂറോ കളിക്കുന്നുണ്ടോ? ഏതെങ്കിലും ലോകം അറിയപ്പെടുന്ന ഫാൻസ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നിട്ട് വെറുതെ അങ്ങ് പറയാന്ന് ഈ ചുവപ്പ് കണ്ട കാള എന്ന് പറയും പോലെ ലീഗ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അപ്പടല്ല ലീഗ്, കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാം CPM. ഇങ്ങനെ ഈ കാഴ്ചപ്പാട് വിട്. ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീമിയർ ലീഗ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതിനെ ആ നിലയിൽ കാണാൻ വേണ്ടി പഠിക്കുക. അതുകൊണ്ട് ഇവിടെ മുസ്ലിമിന് എന്ത് നാട്ടാ ഇവിടെ ഒരു ഫുട്ബോൾ നടത്തിക്കൊണ്ട് എത്ര പേരാണ് മതം മാറുന്നത്? ഫുട്ബോൾ നടത്തിക്കൊണ്ടാണ് മതം മാറുന്നത്. നിങ്ങൾ അവൻ്റെ ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്നാലും അവർ സഹായിക്കുമ്പോൾ അവരൊരു ഒരു ഹിന്ദുവിനോട് ഇന്ന് വരെ ഒന്ന് പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മതം മാറണമെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഹിന്ദുവും പറഞ്ഞിട്ടില്ല, മുസ്ലിമും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നിങ്ങൾ മാത്രം മതം 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 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മതളകല, നിങ്ങൾക്കാണ് മതളകുന്നത്, ഇവർക്കല്ല. അപ്പോൾ ഇവിടുത്തെ ഫുട്ബോളോ അല്ലെങ്കിൽ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടോ ഈ നാട്ടിൽ ഇസ്ലാമിനെ വളർത്താൻ അല്ലെങ്കിൽ ഈ നമുക്ക് ഹിന്ദു രാഷ്ട്രം ഏതാ? ഹിന്ദു രാഷ്ട്രം ഈ ജനൻ ടി വിക്കാരനറിയോ? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണോ? ഒരിക്കലും ഹിന്ദു രാഷ്ട്രമല്ല. ഏക ഹിന്ദു രാഷ്ട്രം നേപ്പാൾ മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. എന്നാൽ ഇസ്ലാം രാഷ്ട്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇസ്ലാമികളും ഉണ്ട് കോടിക്കണക്കിന്. പിന്നെ ഇനിയിപ്പം നിങ്ങളെ മതം മാറ്റിയിട്ട് വേണം അവർക്ക്. ഒന്ന് മക്കയിലോ മദീനയിലോ ഒക്കെ ഒന്ന് പോയി നോക്ക്, അല്ലെങ്കിൽ ആ ജനൻ ടി വിയുടെ ക്യാമറയിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി. എന്ത് മതം മാറ്റിങ്ങൾ? നിങ്ങളുടെ മതമിളകലാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾക്ക് മതമിളകുമ്പോൾ ആന അടഞ്ഞതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയും. ഈ നാട്ടിൽ വലിയൊരു പ്രയാസം, ഒരു എന്താ പറയേണ്ടത്, വെറുതെ ഒരു വിഭജനം ഉണ്ടാക്കും. എന്നിട്ട് അവരെ ആശ്രയിച്ച് കഴിയുന്ന ഈ നാരായണേട്ടൻ പോലുള്ള പാവപ്പെട്ട നിരവധിയായ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരെ പട്ടിണിക്കിടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ നാരായണേട്ടനെ പുഴുവരിപ്പിച്ച് എന്ന മരണത്തോട് ഇതിലേക്ക് തള്ളിവിടുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ ഇസ്ലാമിനെയും ക്രൈസ്തവരെയും തെറി പറഞ്ഞിട്ട് അദ്ദേഹത്തെ ലാസ്റ്റ് ചിതയൊരുക്കുന്നതിൽ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കുമ്മനടിക്കുന്നു. നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോ? നിങ്ങളുടെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, ഒരു ക്രെഡിറ്റ് ലീഗുകാരനും വേണ്ട, ഇസ്ലാമിനും വേണ്ട. അതൊക്കെ ദൈവം കൊടുത്തോളം അവർക്ക് പ്രതിഫലം. അവരത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ നാട്ടിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് നാളെ മതം മാറുമെന്നോ നാളെ മതത്തിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് വരണമെന്നോ മറ്റൊന്നുമല്ല. അവർ ചെയ്യും. അത് ഹിന്ദുവിനും ഇസ്ലാമിനും RSSനും DYFIക്കും പിന്നെ ക്രൈസ്തവനും എല്ലാവർക്കും ചെയ്യും. അർഹതപ്പെട്ട ആളുകളിലേക്ക് അതൊരു മുസ്ലിം ലീഗുകാരൻ ചെയ്തിരിക്കും. അതിന് ഒരു ക്രെഡിറ്റും വേണ്ട, എല്ലാ ക്രെഡിറ്റും കുമ്മനടിച്ച് നിങ്ങളെടുത്തോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.